ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്ത സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം പുരോഗമിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മോക്ക് ഡ്രില്ലിന് തയ്യാറെടുത്ത സംസ്ഥാനങ്ങൾ. പൂരാവേശത്തിൽ തൃശൂർ. ഘടകപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിൽ. ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനും ഉള്ള കാത്തിരിപ്പിൽ പുരുഷാരം. ദേവികുളം MLA എ രാജയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവച്ചു. വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ആതിഥേയരായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പെഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യാൻ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആക്രമണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. നാളെ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യോമാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള എയർ റെയ്ഡ് സൈറൻ സ്ഥാപിക്കുക, അടിയന്തര ഒഴിപ്പിക്കൽ സ്വീകരിക്കുക, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പെട്ടെന്ന് കണ്ടെത്താതിരിക്കാനുള്ള നടപടിയെടുക്കുക, വിദ്യാർത്ഥികൾക്കടക്കം പരിശീലനം നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകിയിട്ടുണ്ട്. നാളത്തെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ വിളിച്ചു ചേർത്ത സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം പുരോഗമിക്കുകയാണ്. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി തിരിച്ചടിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ പൂരാവേശം കൊടുമ്പിരികൊള്ളുന്നു. തിടമ്പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ജനസഹസ്രങ്ങൾ ആവേശകരമായ വരവേൽപ്പ് നൽകി. ഘടകപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനുമുള്ള കാത്തിരിപ്പിലാണ് പുരുഷാരം. പൂരനഗരിയിൽ നിന്നും പൂരവിശേഷങ്ങളുമായി ഭരിത പ്രതാപ്. തൃശൂർ നഗരത്തിന്റെ പൂര ലഹരിയിലേക്ക് അമർന്ന ഒരു കാഴ്ചയാണ് ഇന്നിവിടെ കാണാനാകുന്നത്. രാവിലെ ഏതാണ്ട് 8 മണിക്കുള്ളിൽ തന്നെ കണിമംഗലം ശാസ്താവിന്റെ വരവോടെ ഘടക ക്ഷേത്രങ്ങളൊന്നൊന്നായി ക്ഷേത്ര സന്നിധിയിലേക്ക് വടക്കുനാഥനെ വണങ്ങുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ബ്രഹ്മസം മഠത്തിൽ നിന്നുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം അരങ്ങേറിയത്. തുടർന്ന് 12 മണിയോടെ പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് ചെമ്പടമേളവും അരങ്ങേറി. ഇതിനുശേഷമാണ് പാണ്ടിമേളം. വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഇലഞ്ഞിത്തറയിലാണ് ഇനി 2:30 തന്നെ പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രധാന മേളമായ ഇലഞ്ഞിത്തറ മേളം നടക്കുക. ഇലഞ്ഞിത്തറ മേളത്തിന്റെ സമാപനത്തോടെയാണ് തെക്കോട്ടിറക്കം. അതിനെ തുടർന്നാണ് ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന കുടമാറ്റ ചടങ്ങുകൾ നടക്കുക. ഇടുക്കി ദേവികുളം നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ ദേവികുളം MLA എ രാജയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ അഹ്സാനുദ്ദീൻ അമാനുള്ള, PK മിശ്ര എന്നിവർ ഉൾപ്പെട്ട 2-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. പട്ടികജാതി സംവരണത്തിന് രാജയ്ക്ക് അർഹതയുണ്ടെന്നും സുപ്രീം കോടതി വിലയിരുത്തി. പൂർവികർ തിരുനെൽവേലിയിൽ നിന്നും 1950 ഓഗസ്റ്റ് 10 മുൻപ് കുടിയേറിയവരാണെന്നും ഇതിന് രേഖകളുണ്ടെന്നുമാണ് എ രാജയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. ഇത് സുപ്രീം കോടതി ശരിവയ്ക്കുകയായിരുന്നു. ഇക്കൊല്ലത്തെ +1 പ്രവേശനത്തിന് മെയ് 16 മുതൽ ഏകജാലക സംവിധാനത്തിലൂടെ മെയ് 20 വരെ അപേക്ഷിക്കാം. വിവിധ ജില്ലകളിലായി 10 മുതൽ 20% വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. 81,330 സീറ്റുകൾ, താൽക്കാലിക ബാച്ചുകൾ, സീറ്റ് വർധന എന്നിവ അനുവദിക്കും. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ ബന്ധു കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. പൂവച്ചൽ സ്വദേശിയും കുട്ടിയുടെ ബന്ധുവുമായ പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി പ്രസ്താവിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. കേസിലെ ഏക പ്രതിയായ കേഡൽ ജിൻസൺ രാജയ്ക്കെതിരെ 92 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയിരുന്നു. 2017 ഏപ്രിലിലായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2016 ശേഷം എല്ലാ മേഖലകളിലും കേരളം മികച്ച പുരോഗതിയാണ് കൈവരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ ഇടപെടലിലൂടെ സംസ്ഥാനത്തിന്റെ പുരോഗതി ഉറപ്പാകണമെന്ന ധാരണയോടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ മാറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാം കാണേണ്ടത് ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 2016 ശേഷമുള്ള നേട്ടങ്ങളും യാദൃശ്ചികമല്ല. എല്ലാറ്റിലും ഗവൺമെന്റിൻ്റെതായ പങ്കുണ്ട്. ഏതൊരു നാടും മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിൻ്റെതായ പങ്ക് വഹിച്ചിരിക്കണം. കൃത്യമായി ഇടപെടുകയും ഈ നാടിൻ്റെ പുരോഗതി ഉറപ്പാവണമെന്ന ധാരണയോടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് 2016 ശേഷം മാറ്റമുണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് വൈകിട്ട് 3-ന് ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഇന്നലെ ആലപ്പുഴ നഗരത്തിൽ വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച ജാഥ പ്രദർശന നഗരിയായ ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. 100-ലധികം സ്റ്റാളുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 8 മുതൽ 14 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കും. ഇതിനോടനുബന്ധിച്ച് സെമിനാറുകൾ, ഭക്ഷ്യമേള, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. നാളെ തുടങ്ങുന്ന കോൺക്ലേവിന് മുന്നോടിയായി എല്ലാ കർദിനാൾമാരും പങ്കെടുക്കുന്ന അവസാനത്തെ യോഗം ഇന്ന് നടക്കും. ഇന്നലത്തെ യോഗത്തിൽ 179 കർദിനാൾമാർ പങ്കെടുത്തു. അതിൽ 132 പേർ വോട്ടവകാശമുള്ളവരാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര ഈ മാസം 10-ന് ആരംഭിക്കും. കരിപ്പൂരിൽ നിന്നും പുലർച്ചെയുള്ള ആദ്യ വിമാനത്തിൽ 173 തീർത്ഥാടകരുണ്ടാകും. 11-ന് പുലർച്ചെ 4-ന് കണ്ണൂരിൽ നിന്നും 171 യാത്രക്കാരുമായി വിമാനം സൗദിയിലേക്ക് പുറപ്പെടും. കോഴിക്കോട്, കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും കൊച്ചിയിൽ നിന്നും സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പെൻഷൻ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമായ സ്പർശ് സേവന കേന്ദ്രത്തിന്റെ 12ാം ഓഫീസ് നാളെ കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കും. ചെന്നൈയിലെ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് T. ജയശീലൻ ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിമുക്ത ഭട ഭവനിൽ രാവിലെയാണ് പരിപാടി. പെൻഷൻകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമാണ് സ്പർശ് സേവന കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. IPLൽ നിന്ന് മുംബൈയിൽ നടക്കുന്ന കളിയിൽ ആതിഥേയരായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകുന്നേരം 7:30-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ബീഹാറിലെ ഗയയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കർണാടക 9 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 4 സ്വർണവും 5 വെള്ളിയും ഉൾപ്പെടെ നേടിയാണ് കർണാടകയുടെ ആധിപത്യം. 6 മെഡലുകളുമായി ഡൽഹി 2-ാം സ്ഥാനത്തും 3 മെഡലുകളുമായി രാജസ്ഥാൻ 3-ാം സ്ഥാനത്തുമാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 3-ാം ദിവസമായ ഇന്ന് ഹോക്കി, ടേബിൾ ടെന്നീസ്, സൈക്ലിംഗ്, റഗ്ബി എന്നീ മത്സരങ്ങളുണ്ടാകും. ഇതുകൂടാതെ സെപക് തക്രോ, ജൂഡോ, നീന്തൽ, ഷൂട്ടിംഗ് എന്നീ ഇനങ്ങളിലെ മത്സരങ്ങൾ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 211 പോയിന്റ് താഴ്ന്ന് 80,584-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,390-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,000 രൂപ കൂടി 72,200 രൂപയും ഗ്രാമിന് 250 രൂപ വർദ്ധിച്ച് 9,025 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്ത സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം പുരോഗമിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മോക്ക് ഡ്രില്ലിന് തയ്യാറെടുത്ത സംസ്ഥാനങ്ങൾ. പൂരാവേശത്തിൽ തൃശൂർ. ഘടകപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിൽ. ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനും ഉള്ള കാത്തിരിപ്പിൽ പുരുഷാരം. ദേവികുളം MLA A. രാജയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവച്ചു. വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ആതിഥേയരായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.